പ്രകൃതിയുടെ വരപ്രസാദം പോലെ വിശ്വാസികൾക്ക് അഭയവും ആശ്രയവുമായ ഒരു ക്ഷേത്രമുണ്ട്. പുതുക്കുളം നാഗരാജ ക്ഷേത്രം. ഭൂമിയിലെ പ്രത്യക്ഷ ദൈവങ്ങളായ നാഗങ്ങളെ ആരാധിക്കുകയും സർപ്പപ്രീതി വരുത്തുകയും ചെയ്യുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം. സർപ്പപ്രീതി തേടുന്നവരുടെ അഭയസ്ഥാനമായി പുതുക്കുളം നാഗരാജാവ് ഇവിടെ വാണരുളുന്നു. തൊടുപുഴയാറിന്റെ തീരത്ത് പടിഞ്ഞാറോട്ട് ദർശനമായ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ്. ഒറ്റ ശ്രീകോവിലിൽ 3 നടയിലായി പൂജകൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിന്റെ തെക്കുവശത്തെ നാഗരാജ നടയ്ക്കാണ് പ്രാധാന്യം. രത്നം വിളങ്ങുന്ന 5 പത്തിയിലും വിശ്വം വിറയ്ക്കുന്ന ശിൽക്കാര ശബ്ദത്തോടെ ഭക്തരെ കാരുണ്യത്തോടെ അനുഗ്രഹിക്കുന്ന നാഗരാജാവിനെ തൊഴുത് അനുഗ്രഹം വാങ്ങാൻ വിശ്വാസികൾ ഒഴുകിയെത്തുന്നു. ഭഗവതി, ശാസ്താവ്, നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി, കരിനാഗം, കുഴിനാഗം എന്നിവയാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഗണപതി, ഭദ്രകാളി, ഭുവനേശ്വരി എന്നീ ഉപദേവതകളുമുണ്ട്. മൂലസ്ഥാനത്തെ അറയിൽ ദീപം തെളിയിച്ചാണ് ക്ഷേത്രത്തിലെ പൂജകൾ ആരംഭിക്കുന്നത്. വാസുകി സങ്കല്പത്തിലുള്ള ആരാധനാക്രമമാണ് ഇവിടെ പാലിക്കുന്നത്. പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു ചരിത്രലിഖിതമുണ്ട്. എല്ലാ വർഷവും കന്നിമാസത്തിലെ സർപ്പപൂജയ്ക്കായി പാമ്പുമേക്കാട്ട് മനയിൽ നിന്നും ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ പ്രദേശങ്ങളിൽ എത്തി പൂജകൾ കഴിച്ച് മടങ്ങുക പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ സർപ്പപൂജയ്ക്കായി ദേശത്തെത്തിയ അദ്ദേഹത്തെ മഹാവ്യാധിയായ വസൂരി ബാധിച്ചു. ഈ രോഗാവസ്ഥയിൽ അദ്ദേഹം ദുഃഖിതനാവുകയും സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെയും വന്നു. സാഹചര്യം അറിയിച്ച് പരിചാരകരെ പുതുക്കുളത്തേക്ക് അയക്കുകയും ചെയ്തു. ബന്ധുക്കൾ പോലും ഭയത്തോടെ അകന്നുമാറുന്ന ഈ മഹാവ്യാധിയിൽ പുതുക്കുളത്തെ ഭക്തജനങ്ങൾ അദ്ദേഹത്തെ സഹാനുഭൂതിയോടെ പരിചരിക്കുകയും ആ പരിചരണത്തിലൂടെ അദ്ദേഹം രോഗവിമുക്തനാവുകയും ചെയ്തു. രോഗം മാറിയ അദ്ദേഹത്തെ പുതുക്കുളത്തെ ബ്രാഹ്മണർ തന്നെ പാമ്പുമേക്കാട്ട് മനയിൽ കൊണ്ടുചെന്നാക്കുകയും ഈ സ്നേഹപരിചരണത്തിന്റെ നന്ദി സൂചകമായി അവിടുത്തെ കാരണവർ ധനം ദക്ഷിണയായി നൽകുകയും ചെയ്തു. എന്നാൽ സത്കർമ്മം പുണ്യമെന്ന് വിശ്വസിച്ചിരുന്ന പുതുക്കുളത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠർ ആ ദക്ഷിണ നിരസിച്ചു. പുതുക്കുളത്തിന്റെ നന്മയിൽ മനം നിറഞ്ഞ പാമ്പുമേക്കാട്ടെ കാരണവർ നന്മയുടെ നിറകുടമായ ഇവർക്ക് എല്ലാ കാലത്തും തുണയേകുവാൻ 5 സർപ്പചൈതന്യം ദാനമായി നൽകി. വിശിഷ്ടമായ ഉപാസന മന്ത്രം പനയോലയിൽ എഴുതി നൽകുകയും ഈ സർപ്പചൈതന്യങ്ങൾക്ക് യഥാവിധി പൂജകൾ ഒരു തപസ്യയായി അനുഷ്ഠിച്ചാൽ പുതുകുളത്തിനും സമീപവാസികൾക്കും നന്മയും അഭിവൃദ്ധിയും വന്നുചേരുമെന്നും അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്തു. പുതുക്കുളം ക്ഷേത്രത്തിലെ ചതുർബാഹു ഗണേശ ശില്പവും നാഗരാജ ശില്പവും വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കേരളത്തിലെ തന്നെ നിൽക്കുന്ന ഗണേശ ശില്പങ്ങളിൽ ഏറ്റവും ഉയരമുള്ളതാണിത്. പുതുക്കുളം ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് വിഷ്ണു നമ്പൂതിരി ഗ്രൂപ്പിന്റെ സ്ഥാപകനും പുതുക്കുളം കുടുംബാംഗവുമായ വി വിഷ്ണു നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പുതുക്കുളം കേശവൻ നമ്പൂതിരിയുടെ അനുഗ്രഹത്തോടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമാണ് ക്ഷേത്രത്തിന് പുതുജീവൻ നൽകിയത്. നീണ്ടൂർ നാരായണൻ നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി.
നമസ്കാരം. ഞാൻ മിഥുൻ നമ്പൂതിരി, പുതുക്കുളം ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. തൊടുപുഴ മണക്കാടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഈ നാഗരാജ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്നൊക്കെ പറഞ്ഞാൽ, ഭഗവതിയും ഗണപതിയും ശാസ്താവും ഭദ്രകാളിയും ഭുവനേശ്വരിയും നാഗരാജാവും നാഗയക്ഷിയും നാഗചാമുണ്ടിയും കരുനാഗവും കുഴിനാഗവും എല്ലാം ഏകോപിച്ച് ഒരു വലിയ ശ്രീകോവിലായിട്ടാണ് എല്ലാവരുടെയും പ്രതിഷ്ഠയിരിക്കുന്നത്. ഒറ്റ ശ്രീകോവിലുള്ള വലിയ ശ്രീ നാഗരാജ ക്ഷേത്രം മധ്യ കേരളത്തിലെ ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. പാമ്പമ്മേക്കാട്ടിൽ നിന്നുള്ള ദാനമായിട്ട് ലഭിച്ചിട്ടുള്ള വാസുകി സങ്കല്പത്തിലിരിക്കുന്ന നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി, കരുനാഗം, കുഴിനാഗം എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തികളായിട്ട് വരുന്നത്. അതിൽ നമ്മൾക്ക് ആയില്യം നാൾ, എല്ലാ മാസവിശേഷമായിട്ട് ആയില്യം നാൾ ഇവിടെ ആചരിച്ചു വരുന്നു. ആയില്യത്തിന് സർപ്പദോഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ, അതായത് രാവിലെ പാൽപായസ ഹോമം, അഷ്ടനാഗ പൂജ, ആയില്യം പൂജ, വൈകുന്നേരം സർപ്പബലി എന്നീ വിശേഷാൽ സർപ്പ രോഗശാന്തി, സർപ്പദോഷ ശമനത്തിനായിട്ടുള്ള വഴിപാടുകളൊക്കെ ഇവിടെ വന്ന് നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ വിവാഹ തടസ്സം, ജോലി, സർപ്പദോഷ ശാന്തി, ഇപ്പോൾ സന്താനങ്ങൾക്ക് ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഇവിടെ സർപ്പത്തിന് വഴിപാട് കഴിക്കുക, സ്വർണ്ണത്തളികയിൽ നൂറും പാലും നടത്തുക, ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുക, ഗണപതി ഹോമം നടത്തുക, പാൽപായസ ഹോമം നടത്തുക, ഇങ്ങനെയുള്ള വിവിധതരമായിട്ടുള്ള വിശേഷ വഴിപാടുകൾ സർപ്പത്തിനും ഭഗവതിക്കും ശാസ്താവിനുമായിട്ട് ഇവിടെ നടത്തുന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, ഇപ്പോൾ ജോലി ലഭിക്കാതെ അലയുന്നവർക്ക് സർപ്പദോഷകരമായ കാരണങ്ങളാലാണെങ്കിൽ ആ ഒരു സമയത്ത് വഴിപാട് സർപ്പത്തിന്, വിശേഷാൽ വാസുകി സങ്കല്പമാണ്, വാസുകി സങ്കല്പത്തിനുള്ള ദേവതയ്ക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ശൈവമായിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റേതായ ഗുണങ്ങൾ അവർക്ക് ആ രീതിയിൽ ലഭിക്കുന്നു. സർപ്പങ്ങൾ എന്നത് നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം ഇതിൽ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഈ സർപ്പങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ നാഡീഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ബുദ്ധിഭ്രമം, കാഴ്ചമങ്ങൽ, ചെവി കേൾവിക്കുറവ്, കാലിന് സ്വാധീനക്കുറവ്, സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുക, അതുപോലെ കുടുംബം നശിച്ചു പോവുക, സർപ്പാരാധന മുടങ്ങി കുടുംബം നശിച്ചു പോവുക, ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ വന്നു ചേരുന്നതിന് കാരണം ഈ സർപ്പങ്ങളും കൂടിയാണ്. പിന്നെ അവരവരുടെ പരദേവതാ സങ്കല്പത്തിലുള്ള ദോഷങ്ങളും കൂടി ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് സർപ്പങ്ങളുടേതായ രോഗശാന്തികൾക്ക് ഇവിടെ വഴിപാട് ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്കുണ്ടായ അവസ്ഥകളുണ്ട്. ഈ സർപ്പങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് സർപ്പക്കാവുകളുടെ ലഭ്യത മൂലം കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം സർപ്പം എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ കുണ്ടലിനി യോഗയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ ഈ കുണ്ടലിനി യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ധ്യാനിക്കുക, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് മൂലാധാരത്തിൽ നിന്ന് ആജ്ഞാചക്രത്തിലേക്ക് ഉണ്ടായി വരുന്ന ഒരു എനർജി, അതിൽ 7 ചക്രങ്ങൾ ആയിട്ടുള്ള എനർജീസ് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഈ സർപ്പത്തിൻ്റേതായ എനർജി നമ്മളിലേക്ക് എത്തുന്നത്. അതിന് ഏറ്റവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്കത് സാധിക്കുന്നത് നമശിവായ അല്ലെങ്കിൽ നാരായണ പഞ്ചാക്ഷരം അല്ലെങ്കിൽ അഷ്ടാക്ഷരം ജപിച്ചുകൊണ്ടാണ് ഈ എനർജി, അല്ലെങ്കിൽ ഗായത്രി മന്ത്രം, ഇതുവഴിയാണ് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നുള്ള എനർജി നമ്മളുടെ ഓറയിലേക്ക് എത്തുക. അപ്പം അങ്ങനെ ആ ഓറ ക്ലെൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സർപ്പത്തിൻ്റെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ആ എനർജി എന്താണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് വാസുകി സങ്കല്പത്തിൽ പാമ്പമ്മേക്കാട്ടിൽ നിന്ന് ദാനമായിട്ട് ലഭിച്ചിട്ടുള്ള സർപ്പങ്ങളാണ്. അപ്പം ശൈവ സർപ്പങ്ങളാണ് വാസുകി സങ്കല്പം. ശിവൻ്റെ ആഭരണമായിട്ടുള്ള സർപ്പമാണ് വാസുകി, വലുതായത്, വലിയ ആകാരമുള്ളത് എന്നാണ് അതിനർത്ഥം വാസുകി എന്നുള്ള വാക്കിന്. അപ്പം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് വൈഷ്ണവം, വിഷ്ണു എന്നുള്ള സങ്കല്പം. അപ്പം എല്ലായിടത്തും നമ്മൾക്ക് സൂര്യൻ്റെ രശ്മിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഏത് വസ്തുക്കളെടുത്താലും അതിലൊക്കെ സർപ്പങ്ങളുടെ എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ജാതക സംബന്ധമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ സന്താനലബ്ധി അല്ലെങ്കിൽ വിവാഹത്തിന് തടസ്സം, ജോലി തടസ്സം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിടുമ്പോൾ സർപ്പം ദോഷ സംബന്ധകരമായിട്ടാണെങ്കിൽ ഈ നമ്മുടെ ഇവിടെയുള്ള മൂലസ്ഥാനത്ത് വാസുകി സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ത്വക്ക് രോഗങ്ങൾക്ക് എണ്ണയാടി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്.
ദശാസന്ധി നവഗ്രഹ ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് അഷ്ടനാഗ പൂജ നടത്തുക. അഷ്ടനാഗങ്ങളും ശിവനെയും പൂജിച്ച് പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ്. അതിലൂടെ സർപ്പദോഷങ്ങളും മാറും. അവർക്ക് രോഗശമനം, ശാന്തി, സർപ്പശാന്തി എന്നുള്ള ക്രിയ കൈവരിക്കുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് ധനലാഭത്തിനും തൊഴിൽ തടസ്സങ്ങൾക്കുമുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. സർപ്പബലി എന്നുള്ളത് പ്രധാന ചടങ്ങാണ്. അതായത് തലമുറകളായിട്ട് വന്നിരിക്കുന്ന, തറവാടുകളായിട്ട് നശിച്ച് പോയിരിക്കുന്ന ആചരണങ്ങൾ മൂലം ഉണ്ടാകുന്ന 7 തലമുറയ്ക്കുണ്ടാകുന്ന സർപ്പദോഷങ്ങൾ കുറഞ്ഞു വരാനായിട്ടാണ് സർപ്പബലി, പാൽപ്പായസഹോമം എന്നീ ചടങ്ങുകൾ നടത്തുന്നത്. സർപ്പബലിയിൽ നമ്മൾ 64 സർപ്പങ്ങളും ശിവനെയും ഭഗവതിയെയും പൂജിച്ച് ആരാധിച്ച് അവർക്ക് തൂവി ആണ് അവരുടെ തളിച്ചുകൂടെയായിട്ട് നടത്തിയിട്ടാണ് അവരുടെ സർപ്പപ്രീതി നമ്മൾക്ക് ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ തറവാട്ടിൻ്റെ അറയ്ക്കകത്താണ് ഇവിടുത്തെ മൂർത്തികളായിട്ടുള്ള ഭഗവതി, ഗണപതി, ശാസ്താവ്, ഭദ്രകാളി, ഭുവനേശ്വരി, നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി, കരിനാഗം, കുഴിനാഗം എന്നിവയെല്ലാം അറയ്ക്കകത്ത് വെച്ച് ആരാധിച്ചിരുന്ന മൂലസ്ഥാനമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. ഇവിടെ ഇന്നും രാവിലെ നമ്മൾ കുളിച്ച് വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് രാവിലെ ശ്രീകോവിലിൽ നട തുറന്നകത്ത് വിളക്ക്, നേദ്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് പുറത്തുനിന്ന് മണ്ണിലുള്ള സർപ്പങ്ങളെ, ഇപ്പം ഓരോ സ്ഥല സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, സർപ്പങ്ങളെ ആചരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇപ്പം സ്ഥലം വിൽക്കാനായിട്ട് ഉള്ള നോക്കുമ്പോൾ സർപ്പങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക, സർപ്പദോഷം ഉണ്ടാവുക, അല്ലെങ്കിൽ അവരെ തറകെട്ടി ആചരിക്കാൻ ബുദ്ധിമുട്ട് ഉള്ള തലമുറകൾ ഇപ്പോൾ രാശി വെച്ച് നോക്കി സർപ്പപ്രീതി നോക്കി ഈ പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആവാഹന പൂജയായിട്ടുള്ള വഴിപാടുകൾ നടത്തി ഇവിടെ കുടിയിരുത്തുന്ന ഒരു സങ്കല്പം കൂടിയുണ്ട്. വർഷാവർഷം അവർക്ക് ആയില്യം പൂജയായിട്ട് നൽകി ആചരിക്കുന്ന സ്ഥിതിയും ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ മാസത്തിലും വിശേഷമായിട്ട് ആചരിക്കുന്ന ആയില്യത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ചാണ്. രാവിലെ 4 മണിക്ക് നട തുറന്ന് നിർമാല്യം, 4:30-ക്ക് അഭിഷേകങ്ങൾ, പഞ്ചാഭിഷേകമായിട്ട് നടത്താറുണ്ട്. എണ്ണ, പാല്, കരിക്ക്, മഞ്ഞപ്പൊടി, ജലം. ഇത് പഞ്ചാഭിഷേകം കാര്യസാധ്യത്തിനും രോഗശാന്തിക്കും ഒക്കെ ആയിട്ട് നല്ലതാണ് ഈ വഴിപാടുകൾ സർപ്പത്തിന്. പിന്നീട് മലർ നേദിച്ചതിന് ശേഷം വിശേഷാൽ 100 പാലും നേദിക്കും ആയില്യത്തിന്. അതിനുശേഷം ഗണപതി ഹോമം, ഗണപതി പ്രീതി നടത്തിയതിന് ശേഷമാണ് പാൽപ്പായസ ഹോമ ചടങ്ങുകളിലേക്കും അഷ്ടനാഗ പൂജ, ആയില്യം പൂജ എന്നീ ചടങ്ങുകളിലേക്കും കടക്കുന്നത്. ആയില്യം പൂജ രാവിലെ ഏകദേശം 10:30 ആരംഭിച്ച് 11:30 തീരുന്നു. തളിച്ചുകൂടയോടുകൂടിയുള്ള, അകത്ത് തളിച്ചു കൊടുത്തുകൊണ്ടുള്ള പൂജാവിശേഷ ക്രിയകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അകത്ത് സർപ്പം പ്രതിഷ്ഠയായിട്ട് തന്നെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സർപ്പത്തിന് നമ്മൾ വഴിപാടുകൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വിശേഷാൽ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അതിൻ്റേതായ മാനസിക ശുദ്ധിയും ശാരീരിക ശുദ്ധിയും പ്രവർത്തിച്ചുകൊണ്ട് വേണം നമ്മൾ സമർപ്പിക്കാനായിട്ട്. ഇല്ലെങ്കിൽ സർപ്പദോഷം സ്വതവേ ഭവിക്കപ്പെടുന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്നാലും സർപ്പത്തിന് അങ്ങനെയുള്ള വിശേഷ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നമ്മൾ അവരെ എങ്ങനെ സമർപ്പിക്കുന്നു, നമ്മുടെ അർപ്പണബോധം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ വിശേഷാൽ കന്നിമാസത്തിലെ ആയില്യത്തിന് ആയില്യം പൂജ നടത്തുക, അല്ലെങ്കിൽ മാസവിശേഷമായിട്ട് ആയില്യത്തിന് 100 പാലും നടത്തുക, സർപ്പസൂക്ത പുഷ്പാഞ്ജലികൾ നടത്തുക. ഇപ്പോൾ രോഗശമനത്തിന്, ഇപ്പം ഈ ദശാസന്ധി ദോഷങ്ങൾക്കൊക്കെ സർപ്പത്തിന് വഴിപാടുകൾ നടത്തുക. അതുപോലെ മഞ്ഞൾപ്പൊടി, കൗങ്ങിൻ പൂക്കുല, ശർക്കര, ഉണക്കലരി, നെയ്യ് സമർപ്പിക്കുക, തട്ടം സമർപ്പിക്കുക എന്നിവയൊക്കെ നാഗയക്ഷി പ്രീതിക്ക് കാരണമാകുന്നതാണ്. അതുപോലെ നമശിവായ ജപിക്കുക. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന സർപ്പദോഷങ്ങളും ക്രിയാദോഷങ്ങളും കർമ്മഫലങ്ങളും മാറാനായിട്ട് ഒരു 108 നമശിവായ, 108 നാരായണൻ രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് നന്നായിരിക്കും. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 5 മണി മുതൽ 10:30 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയുമാണ് ദർശന സമയം. ആയില്യം നാളിൽ രാവിലെ 4 മുതൽ 12 വരെയും വൈകിട്ട് 4:30 മുതൽ 5:30 വരെയുമാണ് ദർശനം. രോഗശാന്തിക്കായി മഞ്ഞൾ അഭിഷേകം, പാൽപ്പായസ ഹോമം, അഷ്ടനാഗ പൂജ, സർപ്പബലി എന്നിവയാണ് വഴിപാടുകൾ. സർപ്പദോഷം അകറ്റുന്നതിനുള്ള വഴിപാടുകളാണിവ. ഇവിടുത്തെ പാൽപ്പായസ സമർപ്പണത്തിന് പ്രത്യേകതയുണ്ട്. പാൽപ്പായസത്തിന് മധുരമില്ലാതെയാണ് നേദിക്കുക. ശുദ്ധത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിന് പഞ്ചസാര ഉപയോഗിക്കാതെയാണ് പാൽപ്പായസം തയ്യാറാക്കുന്നത്. പുറത്തുനിന്നുള്ളവർ സർപ്പങ്ങളെയും സർപ്പദോഷങ്ങളെയും ഇവിടെ സമർപ്പിക്കാറുണ്ട്. സന്താനലബ്ധിക്കായി തുലാഭാരം, അടിമക്കിടത്തൽ, സർപ്പത്തിന് മുമ്പിൽ ചോറ് കൊടുക്കൽ, കാര്യസാധ്യത്തിനായി സ്വർണത്തളികയിൽ 100 പാലും, വിവാഹത്തിനായി ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പണം,
കൂട്ടുപായസം, തട്ടുസമർപ്പണം എന്നിവ പ്രധാന വഴിപാടുകളാണ്. സർപ്പദോഷങ്ങൾ അകറ്റുവാൻ ഇവിടുത്തെ വഴിപാടുകൾ ശുഭകരം എന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു. കന്നിമാസത്തിലെ ആയില്യം, മകം നാളുകളിലാണ് ഇവിടെ ഉത്സവം. എല്ലാ മലയാള മാസത്തിലെ ആയില്യം നാളിലും 10-ാം ഉദയം, പ്രതിഷ്ഠാദിനമായ മീനമാസത്തിലെ പുണർദം നാൾ എന്നിവയാണ് വിശേഷ ദിനങ്ങൾ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദർശന പുണ്യം തേടി എത്തുന്ന ഭക്തസഹസ്രങ്ങളുടെ അഭിഷ്ടദായകനായി പ്രഭാത സൂര്യനെ പോലെ ഉദിച്ചുയർന്ന് കീർത്തി പരത്തി പുതുക്കുളം ശ്രീ നാഗരാജാവ് ഇന്ന് ഇവിടെ പരിലസിക്കുന്നു.